നമസ്കാരം. രാജി ആവശ്യത്തിനും പ്രതിഷേധങ്ങൾക്കുമിടെ മുകേഷ് എം.എൽ.എ. തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് മടങ്ങിയതായി സൂചന. പോലീസ് സുരക്ഷയിലാണ് നടൻ തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങിയത്. കൊച്ചിയിലേക്കാണ് മുകേഷ് പോകുന്നത് എന്നാണ് സൂചനകൾ. പ്രതിഷേധങ്ങൾ കനക്കുന്ന സാഹചര്യത്തിൽ കൊല്ലത്തെ വസതിയിലേക്ക് അദ്ദേഹം പോകാൻ സാധ്യതയില്ല. അടുപ്പക്കാരായ ചില CPM നേതാക്കളുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് മുകേഷ് തിരുവനന്തപുരത്തെ കുമാരപുരത്തെ വീട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് തിരിച്ചത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. മുകേഷിൻ്റെ രാജിക്ക് സമ്മർദ്ദം ഉയരുന്നതിനിടെ നിർണായക CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ധാർമ്മികത മുൻനിർത്തി മുകേഷ് മാറി നിൽക്കണം എന്ന CPI നിലപാട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ കണ്ട് അറിയിച്ചിരുന്നു. സമാന കേസുകളിൽ പ്രതികളായ 2 കോൺഗ്രസ് MLA-മാർ രാജിവച്ചിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ മുകേഷിൻ്റെ രാജി ആവശ്യമില്ല എന്നുമാണ് CPM-ൻ്റെ ഇപ്പോഴത്തെ നിലപാട്. അതേസമയം മഹിളാ കോൺഗ്രസ് ഇന്ന് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനന്ദവല്ലീശ്വരത്തെ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തും. വനിതാ കൂട്ടായ്മയായ വിമൻ കളക്റ്റീവും MLA ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. മുകേഷിൻ്റെ പട്ടത്താനത്തെ വീട്ടിലേക്ക് BJP-യും പ്രതിഷേധ മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മുകേഷ് രാജിവയ്ക്കും വരെ സമരം തുടരാനാണ് തീരുമാനം. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ MLA ഓഫീസിനും വീടിനും പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് മുകേഷ് കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചത് എന്നാണ് വിവരം. അതേസമയം മുൻകൂർ ജാമ്യം തേടി കോടതിയിൽ മുകേഷ് സമർപ്പിച്ച തെളിവുകൾ പരാതിക്കാരിയായ നടി നിഷേധിച്ചിരുന്നു. ഇമെയിൽ അയച്ചു എന്ന വാദമടക്കമാണ് പരാതിക്കാരി നിഷേധിച്ചത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നടിയുടെ പ്രതികരണം. ഹർജിയിൽ പറയുന്ന ഇമെയിലിനെക്കുറിച്ച് എനിക്കറിയില്ല. വേറെ ചില കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെട്ട സമയം എൻ്റെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. 2009 കലണ്ടർ സിനിമയുടെ സെറ്റിൽ വെച്ച് ഈ ലാപ്ടോപ്പ് തന്നെ വീട്ടിൽ വന്ന് പഠിപ്പിക്കാമോ എന്ന് അദ്ദേഹം ചോദിച്ചു. ചിലപ്പോൾ റോങ് ആയിട്ടായിരിക്കാം ചോദിച്ചത്. എന്തായാലും അന്ന് ഈ പുള്ളിക്കാരന് ലാപ്ടോപ്പിനെ പറ്റി ഒന്നും അറിയില്ല. മാത്രമല്ല അന്ന് ഇമെയിൽ സന്ദേശത്തിന് വലിയ പ്രസക്തിയുമില്ല. ഇതെല്ലാം കെട്ടിച്ചമച്ചതാണ്. കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള നമ്പറാണ് എന്നാണ് എനിക്ക് തോന്നിയത് എന്നും നടി വ്യക്തമാക്കി. അതേസമയം ആദ്യ ഭാര്യ സരിതയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താൻ സഹായിക്കാമെന്ന് മുകേഷ് പറഞ്ഞത് ശരിയാണെന്ന് നടി വ്യക്തമാക്കി. സരിത ചേച്ചി മലയാളി അല്ലെങ്കിലും മുകേഷ് ഏട്ടൻ്റെ 2 മക്കളെ പ്രസവിച്ചത് അവരല്ലേ. നിങ്ങൾക്കൊന്ന് കോംപ്രമൈസ് ആയിക്കൂടെ? ചേച്ചിയോട് ഞാൻ പോയി സംസാരിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ കാര്യത്തെക്കുറിച്ച് മമ്മൂട്ടി പോലും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല എന്നാണ്. സഹോദരിയായി പറയുകയാണെന്നും ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ എന്തിനാണ് പുള്ളിക്കാരന് എൻ്റെ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുക്കുന്നത്? 2022 ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തെന്ന് പറയുന്നു. 2009 അക്കൗണ്ട് നമ്പർ അയച്ചു എന്നുമാണ് പറയുന്നത്. ഇത് രണ്ടും സിങ്ക് ആകുന്നില്ലല്ലോ. പുള്ളിയും ഞാനും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായിട്ടില്ല എന്നും നടി വ്യക്തമാക്കുന്നു. മുകേഷിൻ്റെ കൊല്ലത്തെ വീട്ടിൽ പോയിട്ടില്ല എന്നും നടി പറയുന്നുണ്ട്. മുകേഷിൻ്റെ മരടിലെ വില്ലയിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായതെന്നും അതിനുള്ള തെളിവുകൾ ഉണ്ടെന്നും പരാതിക്കാരി വ്യക്തമാക്കി. തനിക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ പരാതിയിൽ പരാതിക്കാരിക്ക് ഗൂഢലക്ഷ്യമുണ്ടെന്നായിരുന്നു മുകേഷ് ജാമ്യഹർജിയിൽ ആരോപിച്ചത്. തൻ്റെ സിനിമ രാഷ്ട്രീയ ജീവിതം തകർക്കാൻ ലക്ഷ്യമിട്ടാണ് ആരോപണമെന്നും ഇത് തെറ്റെന്ന് തെളിയിക്കാൻ 2009 മാർച്ച് 7-ന് അയച്ച ഇമെയിൽ സന്ദേശം തെളിവായിട്ടുണ്ടെന്നും ഹർജിയിൽ പറയുന്നു. തൻ്റെ മാന്യമായ പെരുമാറ്റത്തെ പരാതിക്കാരി അഭിനന്ദിച്ചിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായാൽ നികത്താനാകാത്ത നഷ്ടമുണ്ടാകും. അന്വേഷണവുമായി എല്ലാ തരത്തിലും സഹകരിക്കാമെന്നും മുകേഷ് ജാമ്യഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു.